Ladies and gentlemen, yes, finally ആ ദിവസം വന്നിരിക്കുകയാണ്. ഞാൻ കൊതിച്ച ദിവസം, കുറേ നാളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ദിവസം. എനിക്ക് തോന്നുന്നു നേരം എന്ന് പറഞ്ഞ സിനിമയിലെ സമയത്തും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് ദിസ് മൂവി ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് വളരെ സന്തോഷവാനായി എനിക്ക് പറയാൻ പറ്റുന്നു. മാൻ, ദിസ് മൂവി വാസ് എക്സെപ്ഷണൽ, കിടിലം മാൻ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് തരുൺ മൂർത്തി ബ്രോ. അണ്ണാ വളരെ വളരെ സന്തോഷവാനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഐ ആം എ വെരി ഹൈലി സാറ്റിസ്ഫൈഡ് ഫാൻ ബോയ് ടുഡേ. താങ്ക് യു സോ മച്ച് അണ്ണ, താങ്ക് യു സോ മച്ച്. ആൻഡ് ലാലേട്ട, പുള്ളിക്ക് ഡേറ്റ് കൊടുത്തതിലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലത്തെ പുതിയ മേക്കേഴ്സിന് ലാലേട്ടൻ ഡേറ്റ് കൊടുക്കണമെന്ന് എൻ്റെ ഒരു വിനീതമായ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നുപോയൊരു സംഭവമാണ് ലാലേട്ടൻ ആസ് എ പെർഫോമർ. ട്രസ്റ്റ് മീ, വെൻ ഹി ഡസ് ദാറ്റ്, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത്, അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ചുമ്മാ പറയുന്നതല്ല, ഐ വാസ് വെരി ഇമോഷണൽ വെൻ ഐ വാസ് സീയിങ് ദിസ് മൂവി ബിക്കോസ് ഐ വാസ് വെരി ഹാപ്പി. വളരെ സന്തോഷത്തോടെ ഉള്ള ഒരു 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 കണ്ണുനീരുണ്ടല്ലോ, അതായിരുന്നു. ഞാൻ കുറേ നാളായി, ഞാൻ പറയും, എൻ്റെ അടുത്ത് കണ്ണും പൂട്ടി ആരുടെ ഫാൻ ബോയ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചും വിരിച്ചിരുന്ന് പറയും ലാലേട്ടൻ്റെ. ആ ഒരു ഫാൻ ബോയിനെ ഹൈലി സാറ്റിസ്ഫൈ ചെയ്ത ഒരു ഗംഭീര പടം. എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. പുള്ളി പറഞ്ഞ കറക്റ്റാണ്, ദിസ് ഇസ് എ ഫാമിലി ഡ്രാമ. ഒരുപാട് ഡൈനാമിക്സ് ഉള്ള ഈ സിനിമയിൽ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ റേഞ്ചൊക്കെ എന്തുവാടാ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് എ മൂവി. ബട്ട് ജസ്റ്റ് ആ ചേഞ്ച് വരുന്നിടത്ത് തൊട്ട് യു ഫീൽ ദാറ്റ് ഇൻറ്റൻസിറ്റി, യു ഫീൽ ദാറ്റ് ഇമോഷൻ, യു ഫീൽ ദാറ്റ് ആങ്കർ, യു ഫീൽ എവറിത്തിങ്. അതെല്ലാം കറക്റ്റ് അളവിന് നമ്മളെ കൺവിൻസ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുന്നത്, അതേപോലെ ആ റേഞ്ച് നടനാണ്. അതായത് നമ്മുടെ സ്വന്തം ലാലേട്ട. മനസ്സിലായില്ലേ മാൻ? ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ണുകൊണ്ട് അഭിനയിക്കുക. പുള്ളിയുടെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. വേ ഹി നോസ്. പുള്ളി കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഈസ് ലൈക്ക് കേക്ക് വാക്ക് പുള്ളിക്കാരൻ. ഇതൊക്കെ നിസാര സാധനമാണ്. പക്ഷെ കണ്ണുകൊണ്ട് അഭിനയിക്കാൻ ഈ ലോകത്ത് വേറെ കുറച്ച് പേർക്കേ പറ്റൂ. അതിലെ മാസ്റ്റർ ഡിഗ്രി അല്ല, അതിൻ്റെ വല്ല PhD ഒക്കെ കഴിഞ്ഞ് വേറെ സാധനം എടുത്ത മനുഷ്യനാണ് ഇങ്ങനെ. ഒന്നും പറയാല്ല. ലാലേട്ടൻ ആസ് എ പെർഫോമർ, ദിസ് മൂവി, നമ്മൾ ഫുള്ളിര ആ ചരിഞ്ഞ ഷോൾഡറിലാണ് ഈ സിനിമ മൊത്തം അടിച്ച് നിരത്തി. അതേപോലെ എടുത്ത് പറയേണ്ടത് പ്രകാശ് വർമ്മ ആസ് വില്ലൻ. പ്രകാശ് വർമ്മ ആരാണ് നിങ്ങൾക്ക് അറിയാം. സൂസു എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, വോഡാഫോണിൻ്റെ മറ്റേ വലിയ തലയൊക്കെ വെച്ചിട്ട് ഒരു കുണു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങേരാണ് അതിൻ്റെ തല. ക്രിയേറ്റീവ് ഹെഡ്, ഫിലിം മേക്കറാണ്, ആഡ് ഫിലിം മേക്കർ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്ത ആഡ്സ് വേറെ ലെവലാണ്. പക്ഷേ പുള്ളിയുടെ ഉള്ളിലൊരു നടനുണ്ടെന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതൊരു എന്തൊരു വില്ലൻ. ഞാനൊരു ചെറ്റയാണെന്ന് പറയുന്ന ഒരു വില്ലൻ. മനസ്സിലായില്ല? അതാണ് റേഞ്ച് പുള്ളി. ഒന്നും പറയാനില്ലടേ, ഒരു രക്ഷയില്ല. അതേപോലെ ബിനു പപ്പു, പുള്ളിയൊക്കെ ഞാൻ പറയില്ല, ഈച്ച് ആൻഡ് എവറി സോൾ ഇൻ ദിസ് മൂവി വാസ് ഫാൻറ്റാസ്റ്റിക്. ബട്ട് എടുത്തു പറയാനായിട്ട് യെസ്, ലാലേട്ടൻ ആൻഡ് പ്രകാശ് വർമ്മ രണ്ടെണ്ണവും കൂടെ അഴിഞ്ഞാടിയിട്ടുണ്ട് സിനിമയിൽ. കിടിലം പടം. ഞാൻ ഒന്നും പറയുന്നില്ല, ടിക്കറ്റ് എടുത്ത് പോയി കണ്ട്. നിങ്ങളെ കൂട്ടുകാർ പറഞ്ഞില്ലേ ഇത് കിടിലം പടമാണെന്ന്, നിങ്ങളെ വീട്ടുകാർ പറഞ്ഞില്ലേ ഇത് കിടിലം പടമാണെന്ന്, അവർ പറഞ്ഞെങ്കിൽ പിന്നെ പോയി കാണും. പിന്നെ എന്തൊരു വീഡിയോ, എന്തോന്ന് റിവ്യൂ, എന്ത് തേങ്ങ മൗത്ത് പബ്ലിസിറ്റി വഴി ഈ പടം ഉണ്ടല്ലോ മറ്റേ ഹൈ റോക്കറ്റിൽ കയറി പോവും. അതങ്ങനെയാണ്. അതാണ് ദ പവർ ഓഫ് ബ്രാൻഡ് എൽ. കിടിലം. അത് ഞാൻ പറയില്ല, ഇതൊരു ഹൈലി പ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈനൊക്കെയാണ്. പെർഫോമൻസും സിനിമയുടെ മേക്കിങ്ങും ഡയറക്ഷൻ എടുത്തു പറയണം. ലവ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മൂവി. ഞാൻ പറയാം, ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇമോഷൻസിലാണ് നമ്മളെ ഹുക്ക് ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആ ഡയറക്ടറിന് നമ്മളെ ആസ് ആൻ ഓഡിയൻസിനെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന അവിടെയൊക്കെ നമ്മൾ ബെസ്റ്റ് ഡയറക്ടർ എന്ന് ഒരു ഡയറക്ടറിനെ പറയുന്നത്. ലൈക്ക്
പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ നമ്മൾ ഫീൽ ചെയ്യണം. വി ഷുഡ് ഫീൽ ഫോർ ദ ക്യാരക്ടർ, വി ഷുഡ് ഫീൽ ഇമോഷൻ ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ. നമുക്ക് അറിഞ്ഞൂടാ ഏതോ ഒരു വ്യക്തി, അയാൾക്ക് നടക്കുന്ന എന്തോ ഒരു കാര്യം, അപ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടെ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ. അതാണ് നല്ലൊരു സ്റ്റോറി ടെല്ലറാണ് തരുൺ മൂർത്തി. അണ്ണൻ്റെ അടുത്ത പടവും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ദിസ് ഇസ് പ്യുവർ ലാലേട്ടൻ സിനിമ ആൻഡ് ഫാൻസ് ആർ ഗോയിങ് ടു ആബ്സല്യൂട്ട്ലി സെലിബ്രേറ്റ് ദിസ് മൂവി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ വാസ് ലൈക്ക് ഇത്ര നാളായടെ ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് തരുൺ മൂർത്തി ആൻഡ് ലാലേട്ടൻ. ആൻഡ് അതേപോലെ ഈ സിനിമയിൽ ഒരുപാട് ഞാൻ ഒന്നും പറയുന്നു ഒന്നുമില്ല സീൻ ബൈ സീൻ ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഗോ വാച്ച് ഇറ്റ്. എന്തെങ്കിലും നമുക്ക് സ്പോയിലർ സംസാരിക്കാം. ആൻഡ് ഐ എം നോട്ട് സമ്മൺ, ഞാൻ പറയാം എനിക്കൊരിക്കലും ഒരു സീൻ നിങ്ങളെ സ്പോയിൽ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. ബിക്കോസ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും. ആ സീൻ എവിടെ, ഈ ഡയലോഗ് എവിടെ എന്നൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അതൊന്നും ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് സമ്മൺ ലൈക്ക് ദാറ്റ് മാൻ. എനിക്കത് പറ്റില്ല. സോ ടേക്ക് ടിക്കറ്റ്, എൻജോയ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം. ഹൈലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി മാൻ. സൂപ്പർ മൂവി. താങ്ക് യു വൺസ് അഗൈൻ. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ എന്തായാലും ഈ സിനിമ പോയി കാണുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.